പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കണ്ടുപിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, അളവറ്റ കൃപ നമ്മളിലെല്ലാം ധാരാളമായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുതാപം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അനുതാപത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ട് പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടു. വീണ്ടും നമ്മൾ ഇന്നലെ ലോകത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് നമ്മൾ വചനത്തിലൂടെ ധ്യാനിച്ചു. ലോകത്തിൽ നിന്ന് പിന്തിരിയുക, ലോകം അതിൻ്റെ എല്ലാ തിന്മകളിലും മുഴുകി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവേഷ്ടം എന്തെന്നനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മനസ്സിലാക്കി പോരുകയായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അല്പസമയം ധ്യാനിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് പ്രവർത്തിക്കുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണമായി അവരെ വിടുവിച്ച് ഏറെ ഉത്സാഹത്തോടെ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് യേശു പറഞ്ഞ ആ ഒരു തിരുവചനം നമ്മൾ വായിച്ചു. ഈ ലോകത്തിൻ്റെ പ്രഭു കൊണ്ടുവരുന്നതാണ് ഈ ഭൗതിക സമ്പത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ മേൽ പിശാച് ആധിപത്യം പുലർത്തുവാനായിട്ട് ശ്രമം നടത്തുന്ന, അങ്ങനെ ശ്രമിച്ച് തോറ്റുപോകുന്ന, പിശാച് ലജ്ജിച്ചു പോകുന്ന ഒരു സംഭവം നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല എന്ന് യേശു പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എന്താണ് ലോകത്തിൻ്റെ പ്രഭു? നമ്മളെ ഈ സമ്പത്തെല്ലാം കാണിച്ചിട്ട് അവൻ്റെ അനുയായികളാക്കാൻ ശ്രമിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പോലും അവൻ അതിന് പരീക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളത് സത്യമായിരിക്കെ, നമ്മളെയൊക്കെ അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ വസ്തുക്കളിന്മേൽ നമുക്ക് സ്വന്തം അധികാരം, ഒപ്പം തന്നെ ധാരാളം സമ്പത്ത് ആർജിക്കണമെന്നുള്ള ആഗ്രഹവും അത്യാഗ്രഹവും എല്ലാം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ വചനം എങ്ങനെ നമ്മൾ സ്വീകരിക്കും? യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പിശാചിനോട് പറഞ്ഞു, എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പരിശോധിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവന് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഇത് വളരെയധികം നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. കോടാനുകോടി ഒക്കെ സമ്പാദിച്ചു കൂട്ടുന്ന മനുഷ്യർ
വലിയ വലിയ എന്താ പറയുന്ന ഉയർന്ന മേഖലകളിലൊക്കെ ലോകം ആദരിക്കുന്ന വ്യക്തികൾ, ലോകം ആദരിച്ചിട്ടുള്ള വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അനുഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിലും കേട്ടു. ഇവിടെ ഈ വചനം നമ്മളൊന്ന് മനസ്സിലാക്കുക. ലോകം മുഴുവൻ നേടിയിട്ടും ഒരുവൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 7:31. ലോകത്തെ അനുഭവിക്കുന്നവർ അതിന് അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. കാരണം ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുമല്ലോ. ലോകത്തെ അനുഭവിക്കുന്നവർ ലോക ഇഷ്ടങ്ങളിൽ വ്യാപരിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെ ആയിരിക്കണമെന്നാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ നേടിയിട്ടും ആത്മാവ് നഷ്ടമായാൽ ഒരുക്കി വെച്ചത് ആർക്കാകും, ഉണ്ടാക്കി വെച്ചത് ആർക്കാകുമെന്നുള്ള ഒരു ചോദ്യം നമ്മളെ ഈ ഭൗതിക വസ്തുക്കളുടെ ഉപയോഗത്തിൽ എത്രമാത്രം ദൈവാത്മാവ് നയിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുക. സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും സുഖസൗകര്യങ്ങളായാലും ഏതു തന്നെയായാലും എത്രമാത്രം നമ്മൾ ദൈവത്തെ ആ കാര്യത്തിൽ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുക. കാരണം മനുഷ്യൻ ജനിച്ചതും മുതൽ മരിക്കുന്നതുവരെ ഈ ലോകത്തിലാണല്ലോ ആയിരിക്കുന്നത്. ക്രിസ്തുവിനെ സാത്താനെ ആരാധിച്ചാൽ യേശുവിന് നൽകാമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ 1-2 ലോകം മുഴുവനുമാണ്. ജഡരക്തങ്ങളോടുകൂടിയ മനുഷ്യരെയാണ്, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയവരെയാണ് ഇവിടെ ലോകമെന്ന് വിളിക്കുന്നത്. അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ, വീണ്ടും ജനനത്തിലൂടെ വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നു. ആ ദൈവമക്കൾക്ക് അനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മൾ ദൈവമക്കളായി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ സ്നേഹം കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും അതിൽ മനുഷ്യനെ ആക്കുകയും ചെയ്തു. എന്നാൽ ഈ ലോകവും മനുഷ്യനും ദൈവത്തോട് മത്സരിക്കുന്ന ആ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദാം വഴിയാണ് എല്ലാവരും പാപികളായി തീർന്നത്. എന്താണ്? ആദാം ലോകത്തെ ദൈവത്തേക്കാൾ അധികമായി സ്നേഹിച്ചു. എന്നാൽ രണ്ടാമത്തെ ആദാമാകുന്ന യേശുക്രിസ്തു വഴി ഏകൻ്റെ അനുസരണം മൂലം അനേകർ നീതിമാന്മാരായി തീർന്നു. ഇപ്പോൾ നമുക്കിവിടെ അനുസരണമാണ് ആവശ്യം. യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5:19. യോഹന്നാൻ 1:5-19 ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. 1 യോഹന്നാൻ 5:19. സ്നേഹത്തിൽ ഭയമില്ല,
ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സ്നേഹത്തിന് ഭയത്തിൻ്റെ ആവശ്യമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ സ്നേഹം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ദൈവത്തോട് കൂടെയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ലോകത്തിലെ രണ്ട് പ്രധാന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ലോകം നൽകുന്ന രണ്ട് പ്രധാന സ്വഭാവങ്ങളാണ് അഹങ്കാരവും അത്യാഗ്രഹവും. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചത്. അഹങ്കാരവും അത്യാഗ്രഹവും ഇതിൽ ആകർഷകമായിട്ട് ലോകത്തുള്ള മുഴുവൻ നേടണമെന്നുള്ള ആഗ്രഹം മനുഷ്യർക്കുണ്ടാകുകയാണ്. അപ്പം അങ്ങനെ ആഗ്രഹത്തിൽ വരുമ്പോൾ നമ്മൾ സ്വയം നശിക്കുകയാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ലോകത്തിന് അതിൻ്റെതായ ഇഷ്ടങ്ങളും അതിൻ്റേതായിട്ടുള്ള ഉപദേശങ്ങളും അതിനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രേരണകളൊക്കെ തരുവാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മൾ അതിനെ ദൈവാത്മാവിനാൽ ഇല്ലായ്മ ചെയ്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടം തമ്മിൽ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇഷ്ടവും തമ്മിൽ ഭിന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 2:12 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊരിന്ത്യ ലേഖനം 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 12 വാക്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല. അതിൻ്റെ മുൻപുള്ള വാക്യം കൂടി വായിച്ചാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമുക്ക് അറിവ് ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാപിച്ചത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ്, ലോകത്തിൻ്റെ ആത്മാവിനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ. കർത്താവെ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ഈ വചനത്തിൻ്റെ കേൾവിക്കാരും ഈ വചനമനുസരിച്ച് ജീവിക്കുന്നവരുമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കൊലോസ്യ ലേഖനം 2 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു.
ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ലോകത്തിൽ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ദൈവത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ളതല്ല, ദൈവ ഇഷ്ടം മാത്രമേ ചെയ്യൂ എന്നുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 5:4. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നല്ല വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ നിർത്തട്ടെ. ലോകത്തെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയണം. ലോകത്തിൽ ഇനി ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ലോകത്തെ ത്യജിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് തരുമാറാകണമേ. ആമേൻ.